അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബെന്യാമീൻ്റെ ബാണ്ഡത്തിൽ നിന്ന് പാനപാത്രം കണ്ടെടുത്ത സന്ദർഭത്തിൽ മൂത്ത സഹോദരന്മാർ പറഞ്ഞു, ഇവൻ കളവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതമില്ല, ഇവൻ്റെ സഹോദരൻ യൂസുഫും മുമ്പ് കളവ് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മൂത്ത സഹോദരന്മാർ ബെന്യാമിനെയും യൂസുഫിനെയും അവഹേളിക്കുവാനാണ് ആ സന്ദർഭം ഉപയോഗപ്പെടുത്തിയത്. എന്നാൽ ബെന്യാമീനെ യൂസുഫ് നബി പിടിച്ചു വെക്കുന്നത് സഹോദരന്മാർക്ക് വലിയ പ്രശ്നമായിരുന്നു. കാരണം എന്തു വില കൊടുത്തും ബെന്യാമീനെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നും സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരുമെന്നും പിതാവ് യാക്കൂബ് നബിക്ക് വാക്കു കൊടുത്തിട്ടാണ് അവർ ബെന്യാമീനെയും കൊണ്ട് ഫലസ്തീനിൽ നിന്ന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ബെന്യാമീൻ ഇല്ലാതെ എങ്ങനെ ഫലസ്തീനിലേക്ക് തിരിച്ചു പോകും എന്നതായിരുന്നു അവരുടെ പ്രശ്നവും ചർച്ചയും. നടന്ന സംഭവം പറഞ്ഞാൽ ഉപ്പ വിശ്വസിക്കുകയില്ല. കാരണം യൂസുഫിനെ കാണാതായ സന്ദർഭത്തിൽ യൂസുഫിനെ ചെന്നായി പിടിച്ചു എന്നവർ പറഞ്ഞതിന് ശേഷം ഉപ്പാക്ക് അവരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് യൂസുഫ് നബിയോട് ബെന്യാമീനെ കിട്ടാൻ അവർ കെഞ്ചി നോക്കി. അവൻ്റെ പിതാവ് വയോവൃദ്ധനാണെന്നും അവനെ കൂടാതെ ഞങ്ങൾ തിരിച്ചു ചെന്നാൽ അദ്ദേഹത്തിന് അത് സഹിക്കാൻ കഴിയുകയില്ല എന്നും അതുകൊണ്ട് അവന് പകരമായി ഞങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഇവിടെ പിടിച്ചു നിർത്തിക്കൊള്ളൂ എന്നും അവർ യൂസുഫ് നബിയോട് വിനീതമായി അപേക്ഷിച്ചു. അപ്പോൾ യൂസുഫ് നബി പറഞ്ഞത്, അയ്യോ, തെറ്റ് ചെയ്തവരെയല്ലേ പിടിച്ചു വെക്കുക, തെറ്റ് ചെയ്യാത്തവരെ എങ്ങനെ പിടിച്ചു വെക്കും, അത് അക്രമമല്ലേ എന്ന് യൂസുഫ് നബി അവരോട് മറുപടി പറഞ്ഞുകൊണ്ട് അവരെ വിടുകയാണ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിലെ 78, 79 ആയത്തുകളിൽ ഇക്കാര്യമാണ് പറയുന്നത്. ഖാലൂ യാ അയ്യുഹൽ അസീസു ഇന്ന ലഹു അബൻ ശൈഖൻ കബീറൻ ഫഖുദ് അഹദനാ മകാന ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ ഖാല മആദല്ലാഹി അൻ നഖുദ ഇല്ലാ മൻ വജദ്നാ മതാഅനാ ഇൻദഹു ഇന്നാ ഇദൽ ളാലിമൂൻ. ഖാലു, അവർ പറഞ്ഞു, സഹോദരങ്ങൾ യൂസുഫ് നബിയോട് പറഞ്ഞു, യാ അയ്യുഹൽ അസീസ്, അല്ലയോ പ്രഭോ. അസീസ് എന്നത് യൂസുഫ് നബിയുടെ സ്ഥാനത്തെ ബഹുമാനിച്ചുകൊണ്ടുള്ള അഭിസംബോധനയാണ്. അല്ലയോ മാന്യനായ നേതാവേ, അല്ലയോ പ്രഭോ എന്നാണ് അതിൻ്റെ ഉദ്ദേശ്യം. മുമ്പ് സുലൈഖയുടെ ഭർത്താവിനെ അസീസ് എന്ന് ഈ സൂറത്തിൽ വിശേഷിപ്പിച്ചിരുന്നു. അദ്ദേഹം ആദരണീയമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്നത് കൊണ്ടായിരുന്നു അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചത് എന്നാണ് സ്വീകാര്യമായ വ്യാഖ്യാനമായി തോന്നുന്നത്. യൂസുഫ് നബിയെയും സ്ഥാനത്തിൻ്റെ പദവിയുടെ ബഹുമാനം കൊണ്ടാണ് അസീസ് എന്ന് ഇവിടെ വിളിക്കുന്നത്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും വാസ്തവ വിരുദ്ധമെന്ന് മനസ്സിലാവുന്ന ഒരു കഥ ഇതുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലുണ്ട്. അതായത് സുലൈഖയുടെ ഭർത്താവ് വഹിച്ചിരുന്ന പദവിയുടെ പേരാണ് അസീസ് എന്നും ആ പദവി അദ്ദേഹം മരണപ്പെട്ട ശേഷം ഇപ്പോൾ വഹിക്കുന്നത് യൂസുഫ് നബിയാണെന്നും സുലൈഖയെ ഇപ്പോൾ യൂസുഫ് നബി വിവാഹം ചെയ്തു എന്നും യൂസുഫ് നബിക്ക് വിവാഹം ചെയ്യാൻ വേണ്ടി വാർദ്ധക്യത്തിലെത്തിയ സുലൈഖയെ അള്ളാഹു സൗന്ദര്യം തിരിച്ചു നൽകി യുവതിയാക്കി എന്നുമൊക്കെയാണ് ഈ കഥ. ഈ കഥയ്ക്ക് വിശ്വാസയോഗ്യമായ തെളിവുകളില്ല എന്നാണ് പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്. യൂസുഫ് നബിയുടെ കഥാവിവരണത്തിൽ പൊടിപ്പും തൊങ്ങലും വെച്ച പല ഭാഗങ്ങളും കടന്നുകൂടിയിട്ടുണ്ട്. ബൈബിൾ കഥകളിൽ നിന്നും മറ്റുമായിരിക്കും ഇത് കടന്നുകൂടിയിട്ടുണ്ടാവുക. ഇങ്ങനെയുള്ള കഥകളൊക്കെ യൂസുഫ് നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും എന്നതുകൊണ്ടുകൂടിയാണ് ഞാനിത് സൂചിപ്പിച്ചത്. ഏതായാലും സഹോദരങ്ങൾ യൂസുഫ് നബിയോട് കേണപേക്ഷിച്ചു, പ്രഭോ, ഇന്ന ലഹു അബൻ ഷെയ്ഖൻ കബീറൻ, ഇവന് പ്രായമേറിയ ഒരു പിതാവുണ്ട് എന്നതാണ് സത്യം. ഷെയ്ഖ് എന്നാൽ വൃദ്ധൻ എന്നാണ് ഇവിടെ അർത്ഥം. കബീർ എന്നാൽ വലിയ. വലിയ വൃദ്ധൻ എന്നതിന് വളരെ പ്രായമുള്ള വൃദ്ധനായ എന്നും സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ള വൃദ്ധനായ ആൾ എന്നും രണ്ടർത്ഥവും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. യാക്കൂബ് നബി പ്രവാചകനും പ്രശസ്തനുമായിരുന്നു എന്നതുകൊണ്ട് രണ്ടാമത്തെ അർത്ഥവും പ്രസക്തമാണ്. അവന് പ്രായം ചെന്ന ഒരു പിതാവുണ്ട്, തിരിച്ചു ചെല്ലുമ്പോൾ അവനെ കണ്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് താങ്ങാനാവില്ല. ഫഖുദ് അഹദനാ മകാന, അതുകൊണ്ട് അവൻ്റെ സ്ഥാനത്ത് ഞങ്ങളിൽ ഒരാളെ പിടിച്ചു വെച്ചോളൂ. അവന് പകരമായി ഞങ്ങൾ 10 പേരിൽ നിന്ന് ആര് വേണമെങ്കിലും താങ്കൾക്ക് പിടിച്ചു വെക്കാം, അവനെ ഞങ്ങൾക്ക് വിട്ടുതരണം എന്നാണ് അവർ യൂസുഫ് നബിയോട് അപേക്ഷിച്ചത്. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, അങ്ങ് വളരെയേറെ
സന്മനസ്സുള്ള വ്യക്തിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ അപേക്ഷയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളോട് കനിവ് കാണിക്കാനുള്ള സന്മനസ് അങ്ങേക്ക് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അങ്ങയോടുള്ള ഇടപെടലുകളിൽ നിന്ന് ഇതിനകം മനസ്സിലായിരിക്കുന്നു. കാല, അപ്പോൾ യൂസുഫ് നബി പറഞ്ഞു, മഅദല്ലാ, അല്ലാഹുവിൽ ശരണം, പടച്ചോനെ അങ്ങനെ ചെയ്യുകയോ? അതായത് അന്നഹുദ ഇല്ലാമൻ വജദ്നാ മതാഅന ഇൻദഹു, ഞങ്ങളുടെ മുതൽ കണ്ടെടുത്തത് ആരുടെ പക്കൽ നിന്നാണോ അയാളല്ലാത്ത വേറെ ഒരാളെ ഞങ്ങൾ പിടിച്ചു വെക്കുകയോ? മോഷ്ടാവെന്ന് തെളിഞ്ഞ പ്രതിയെ വിട്ടയച്ചുകൊണ്ട് നിരപരാധിയായ ഒരാളെ പിടിച്ചു വെക്കുകയോ? അല്ലാഹുവേ ശരണം, ഇന്നാ ഇതെല്ലാം വാലിമൂൻ, അങ്ങനെയാവുമ്പോൾ ഞങ്ങൾ കടുത്ത ധിക്കാരികളായി പോവും എന്നാണ് യൂസുഫ് നബി അത്ഭുതം പ്രകടിപ്പിക്കുന്ന ഭാഷയിൽ അത് നടക്കില്ല എന്ന് അവരോട് സൂചിപ്പിച്ചുകൊണ്ട് അവർക്ക് മറുപടി നൽകിയത്. തുടർന്ന് നിരാശരായി അവർ മടങ്ങിപ്പോകുന്ന രംഗമാണ് വിവരിക്കുന്നത്. ഇൻഷാ അള്ളാഹ് അത് നാളെ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.